glorious moments. അനിതയുടെ പ്രമേയങ്ങളിലൊക്കെ കർത്താവെ നിന്ദിക്കുകയും സുഖമേഖലയും ഗബ്രിയേലും മിഖായേലും തിരുവമ്പാകെ താവളം എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രമേയമില്ല. അതുപോലെ തന്നെ നമ്മുടെ അനിതയുടെ കുർബാനയുടെ പ്രമേയങ്ങളിലും പത്രോസ് വരുന്നു, അല്ലെങ്കിൽ സ്തേഫാനോസ് അവനെ എറിഞ്ഞ കല്ലുകളോടുകൂടി ആയിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്രമേയങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ അതും ഉദ്ദേശിക്കുന്നത് ഈ ചേട്ട പറഞ്ഞ പോലെ ഈ ഒരു മീൻസ് അല്ല, കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. അതെല്ലാം ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. അത് നമ്മൾ കാവ്യാത്മകമായിട്ടും ആലങ്കാരികമായിട്ടും ഒക്കെ അവതരിപ്പിക്കുന്ന നമ്മുടെ സഭയുടെ കാര്യങ്ങൾ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ദുഃഖവെള്ളിയാഴ്ച നമസ്കാരത്തിന് പോയി കഴിഞ്ഞാൽ ദുഃഖവെള്ളിയാഴ്ച നിൽക്കുന്ന പോലെ അന്ന് നമ്മൾ നേരെ പുറകിൽ പോയി എന്നിട്ട് അത് ചൊല്ലുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ദുഃഖവെള്ളിയാഴ്ച ചൊല്ലും, ആ മകനേ മമ വത്സലനേ എന്തു നിനക്കു ഭവിക്കുന്നു. അപ്പൊ നമ്മള് 2000 years പുറകിൽ പോയി ആ ദുഃഖവെള്ളിയാഴ്ച ഏർലി മോർണിംഗിൽ പോയി നിന്നിട്ടാണ് അത് പാടുന്നത്. ഇന്ന് 2025 പാടുന്നല്ലത്, നമ്മൾ ഇന്നല്ലത് പാടുന്നത്. അത് അങ്ങനെയാ നമ്മള് ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാ അവര് വരുന്നൊക്കെ പറയുന്നത്. അതെല്ലാം സംഭവിച്ചു. കറക്റ്റ്. ഓർമ്മയല്ല കേട്ടോ, അതായത് ഓർമ്മയല്ല, ഓർമ്മയിൽ ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പിന്നെ പല ആളുകളും പറയാറുണ്ട്. പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റുകാർ, എന്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ, കർത്താവിനെ ഓർക്കാൻ വേണ്ടി ചെയ്യാനല്ല വിശുദ്ധ കുർബാന, എന്റെ ഓർമ്മയിൽ ചെയ്യുവീൻ. അതായത് ഓർമ്മയ്ക്കായി ചെയ്യുന്നതും ഓർമ്മയിൽ ചെയ്യുന്നതും രണ്ടാണ്. ഇൻ റിമംബ്രൻസ് ഓഫ് മീ എന്നാണ്. ഇൻ റിമംബ്രൻസ്, ഫോർ ദ റിമംബ്രൻസ് ഓഫ് മീ, ഫോർ ദ മെമ്മോറിയൽ ഓഫ് മീ, അങ്ങനെയല്ല. ഇൻ റിമംബ്രൻസ് ഓഫ് മീ. അനാംനെസിസ് എന്ന് പറഞ്ഞാൽ ഇൻ ദ റിമംബ്രൻസ് ഓഫ് മീ എന്നാണ്, ആ ഓർമ്മയിലാണ്. അപ്പോ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സംഭവത്തിന്റെ ഒക്കെ ഓർമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ അവിടെയാണ് നിൽക്കുന്നത്. അല്ലാതെ നമ്മൾ ഇപ്പുറത്ത് അതിന് ശേഷം ഇപ്പുറത്ത് വന്നിരുന്നിട്ട് ഓർക്കുകയല്ല, നമ്മൾ അതിൽ ഇൻവോൾവ് ആകുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെ പറ്റി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നരേഷൻ എഴുതിയിട്ടുള്ളത് പൗലോസ്ലീഹയാണ്. 1 കൊരിന്ത്യർ 11-23 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നു എന്തെന്നാൽ നമ്മുടെ കർത്താവായ യേശു മിശിഹായെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് ആരാധ്യനായ സ്വർഗസ്ഥ പിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് തന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് പറഞ്ഞ് മനോഹരമായിട്ട് നമ്മൾ ഈ കുർബാനയിലൊക്കെ അത് ഉദ്ധരിക്കുന്ന ആ ഭാഗം. അപ്പോ പൗലോസ്ലീഹ പറയാണ്, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പമെടുത്തു. ഇതെങ്ങനെ പൗലോസ്ലീഹ അറിഞ്ഞേ? അദ്ദേഹം ഇല്ലായിരുന്നല്ലോ അന്ന്. പൗലോസ്ലീഹ ശിഷ്യന്മാരുടെ കൂട്ടത്തിലില്ല. എന്നാൽ പിൽക്കാലത്ത് കേഫ പറഞ്ഞ് ഞാൻ കേട്ടത് എന്തെന്നാൽ എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. അല്ല, യൂഹാനോൻ പറഞ്ഞു ഞാൻ അറിഞ്ഞത് എന്തെന്നാൽ അന്നിങ്ങനെ, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അല്ല, തേർഡ് പാർട്ടി നോളജ് ആയിട്ടല്ല, ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആയിട്ടാണ് പൗലോസ്ലീഹ എഴുതുന്നത്. ശരിയാണോ? ശരിയാണ്. അപ്പൊ പൗലോസ്ലീഹ എഴുതുമ്പോൾ പറയാണ്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു നിങ്ങൾ കേൾപ്പിച്ചു തരുന്നത് എന്തെന്നാൽ കർത്താവായ ഈശോ മിശിഹായെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ, ആ രാത്രിയിൽ താൻ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പൗലോസ് എഴുതുന്നത്. അതുപോലെ സുറിയാനി സഭയിൽ വരുന്ന ഓരോ വ്യക്തികളും എത്ര 1000 വർഷം കഴിഞ്ഞാ വരുന്നതെങ്കിലും അവർ ഓരോരുത്തരും ഈ ലിറ്റർജിക്കൽ കലണ്ടറിലൂടെ സഞ്ചരിച്ചു കഴിയുമ്പോൾ, നമ്മുടെ കൂദാശകളിൽ പങ്കെടുക്കുമ്പോൾ അവർ ഇതിനകത്തൂടെ എല്ലാം സഞ്ചരിച്ച് കയറി ഇറങ്ങി തിരിച്ചു വരുന്ന ഒരു വിധത്തിലാണ് നമ്മുടെ ലിറ്റർജിയെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിന്റെ അർത്ഥവും അതിന്റെ അന്തസത്തയും ഒന്നും മനസ്സിലാക്കാത്ത ആളുകൾ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ഇതൊക്കെ വിരസമായിട്ടും ഇതൊക്കെ വിരോധാഭാസമായിട്ടും ഒക്കെ തോന്നും. അതുകൊണ്ട് ഓടിച്ചു വിടുകയും ഒക്കെ ചെയ്യും. പക്ഷെ ശരിക്കും അത് എന്താണെന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഒരു നമ്മുടെ ഒരു കലണ്ടർ ഇയർ മുഴുവൻ നമ്മൾ കൃത്യമായിട്ട് ആ കലണ്ടർ ഫോളോ ചെയ്ത് 10 വർഷം സഭാജീവിതം കൃത്യമായിട്ട് നയിക്കുന്ന ഒരാളും ടോട്ടലി ട്രാൻസ്ഫോംഡ് ആയി പോകും. കാരണം അത്ര കൃത്യമായിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ പെരുന്നാളുകളെല്ലാം കൂടുകയും നമ്മുടെ 10 കൊല്ലം മതി. അതായത് ഒരു ആളുടെ ഒരു +2 വരെ പഠിക്കുന്ന സമയത്ത് ആരാധനയെല്ലാം കറക്റ്റായിട്ട് കൂടി കഴിഞ്ഞാൽ ഈ ആള് ശരിക്കും ഈ ചർച്ച് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അത്ര മനോഹരമായിട്ട് സംവിധാനം ചെയ്തിരിക്കുന്ന ലിറ്റർജിയാണ് നമ്മൾ അവഗണിച്ചും ഒക്കെ കളഞ്ഞിട്ട് പെന്തക്കോസ്തുകാരുടെ പാട്ടും ഒക്കെ പാടി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ അത് താങ്കൾ ചോദിച്ചാൽ നന്നായി കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ എനിക്കിത് പറയാൻ പറ്റി. അങ്ങനെയാ അത് കേട്ടോ. അതാ അതിന്റെ ഉദ്ദേശം.
ദൈവത്തിന്റെ സ്നേഹത്തില് കരുണയുണ്ട്, നീതിയുണ്ട്. ആ നീതി വെച്ചിട്ടാണ് ഈ നമ്മളിപ്പോ ബൈബിളിൽ കാണുന്ന ചില കൊലപാതകങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതാണെന്ന് ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്ന് കാണുന്നത് എല്ലാം അങ്ങനെ ആ നീതി വെച്ചിട്ടാണ് ഈ കൊലപാതകമൊക്കെ നടക്കുന്നത്. പക്ഷെ അത് എന്താണെന്ന് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞത്. നീതി വെച്ച് ഒരു കൊലപാതകവും നടക്കില്ല. നീതി വെച്ചല്ല, അത് പിശാചാണ്. കൊലപാതകം ചെയ്യുന്നത് പിശാചാണ്. കൊലപാതകം ചെയ്യുന്നുണ്ട്. യാതൊരു കൊലപാതകന്റെയും ഉള്ളിൽ നിത്യജീവൻ വസിച്ചിരിപ്പില്ല. അപ്പോ യാതൊരു കൊലപാതകന്റെയും, അത് ഏത് വിധത്തിൽ കൊലപാതകം ചെയ്താലും, ദൈവമാണ് കൊലപാതകം ചെയ്യുന്ന പറഞ്ഞാൽ ദൈവത്തിന് നിത്യജീവൻ ഇല്ലെന്ന് വരും എറ്റേണൽ ലൈഫിൽ. അപ്പോ അത് ഒന്നും നീതിയല്ല, അത് പൈശാചികമായ പ്രവൃത്തിയാണ്. അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമാണ് കള്ളൻ വരുന്നത്. അപ്പം യേശുക്രിസ്തു വന്നത് നിത്യജീവൻ നൽകാനാണ്. ജീവന്റെ ഉറവിടമാണ്, ദാതാവാണ് ക്രിസ്തു. ദൈവം എന്ന് പറഞ്ഞാൽ ഫുൾ ലൈഫാണ്. മനസ്സിലായി? ലൈഫാണ്, അല്ലാതെ ഡാർക്ക്നെസ്. ലൈഫ്, ലവ്, ലൈറ്റ്, ദാറ്റ് ഇസ് ഗോഡ്. അല്ലാതെ ഒരിക്കലും അവൻ വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല. അവൻ സ്നേഹമാകുന്നു, അവനിൽ വെറുപ്പ്. അവൻ ജീവനാണ്, ജീവന്റെ പൂർണ്ണതയാണ്. പിന്നെ എന്താണ് അവിടെ സംശയം വന്നത്? നീതിയാണ്. ഏത് നീതിയുടെ കാര്യം ഇവര് പറയുന്നത്? എന്താണ് നീതി? തോമസ് ഒരിക്കൽ പറഞ്ഞു, എന്താണ് നീതി? അതറിയില്ല. അവര് പറയണ നീതി വെച്ചിട്ടാണ് ഈ കാണുന്ന നീതി എന്താണ്? നീതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ തോമസിനെ ഒരു ജോലിക്ക് വിളിക്കുകയാണ്. അപ്പൊ 20 യൂറോയാണ് ഒരു മണിക്കൂറിന് ഈ ജോലിക്ക് അവിടെ കിട്ടുന്നേ. അപ്പൊ ഞാൻ നിങ്ങളെ വിളിച്ച് ജോലി ചെയ്യിക്കുകയാണ്. 10 മണിക്കൂർ ജോലി ചെയ്തു നിങ്ങൾ. അപ്പൊ 200 യൂറോ നിങ്ങൾക്ക് തരണം. അത് നീതിയാണ്, സമമാണ്, ഈക്വൽ ആണെന്നാണ് നീതി. ഞാൻ 180 യൂറോ എടുത്ത് തന്നു, ചിരിച്ചു കാണിച്ചു. എന്നോടുള്ള പരിചയവും ബന്ധവും കാരണം നിങ്ങൾക്കൊന്നും മിണ്ടാനും വരാം. നിങ്ങൾ 180 യൂറോ മേടിച്ച് പോവാണ്. അത് അനീതിയാണ്, നീതിയല്ല. ഈക്വൽ ആകുമ്പോഴാണ് നീതി. 200-ന് ഞാൻ നിങ്ങൾക്ക് 200 തന്നാൽ ഞാൻ നിങ്ങളോട് നീതി കാണിച്ചു. എന്നാൽ ഞാൻ 200 തരുന്നതിന് പകരം 250 തന്നാൽ ഞാൻ നിങ്ങളോട് സ്നേഹം കാണിച്ചു. നീതിയെ കവിയുന്നതാണ് സ്നേഹം, സർപ്പാസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ നീതി പരീശന്മാരുടെ നീതിയെ കവിയുന്നില്ലെങ്കിൽ യേശു കർത്താവ് പറയുകയാണ്. അപ്പൊ നീതിയെ കവിഞ്ഞാൽ അത് സ്നേഹമാണ്. അപ്പൊ നീതിയെ കവിയണമെന്ന് യേശു ക്രിസ്തു പറയുകയാണ്. പിന്നെ ഇവര് നീതി കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് ശരിയാകുന്നത്? നീതിയെ കവിഞ്ഞില്ലേ? കവിഞ്ഞൊഴുകുകയാണ്. നീതിയെ കവിഞ്ഞാണ് സ്നേഹം. അപ്പൊ ആ ചോദ്യത്തിന് അത് അവരുടെ വാദങ്ങൾക്കൊന്നും ഒരർത്ഥവും ഇല്ല. ദൈവത്തെ കുറഞ്ഞവനാക്കാനും ദൈവത്തെ കരിവാരിത്തേക്കാനും ശ്രമിക്കുന്ന ഇവരോട് എന്താണ് നമ്മൾ പറയുന്നത്? ഗോഡ് ഈസ് ലവ്. ഗ്ലോറിയസ് മൊമെന്റ്സ് കണ്ടതിന് നന്ദി.